അടുത്തോട്ട് ചിക്കൻ കറി വെക്കുമ്പോഴേ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. ആ സാർ അരുൺ ഇന്ന് പോണ്ടേ? പോണം, ഇന്ന് വൈകുന്നേരം ഷിഫ്റ്റ്. ഇതാണ് പുതിയ വേലക്കാരി, അവള് പറഞ്ഞിരുന്നു. ആ ചില അച്ഛനൊരു ചായ എടുക്കും. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനിപ്പോൾ പറയാം. അവ ഇവിടെ ഉള്ളപ്പം നീ മോളിൽ ചെന്നിരിക്കണേ എന്തിനാണ്? ഇവിടെ അങ്ങനെ ഇരുന്നാ പോരെ? എന്താ ഞാൻ വരുമ്പോഴേ ആ പുതിയ വേലക്കാരി അവനും കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. വെളിയിൽ നിന്നുള്ള ആരെങ്കിലും കണ്ടല്ലേ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? അച്ഛൻ വായം വെച്ച് ചുമ്മാ ഇരുന്നേ. ഇക്കാലത്തെ ഒരു പണിക്കാരി കിട്ടുന്നതിന് വലിയ കാര്യം. അവളാണെങ്കിൽ ഈ വീട്ടിലെ കാര്യമൊക്കെ നല്ലതായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ അച്ഛൻ ഓരോന്ന് പറഞ്ഞ് അവളെ ഇവിടുന്ന് പറഞ്ഞുവിടായിരുന്നാ മതി. അറിയാത്ത പിള്ളേ ചൊറിയുമ്പോ അറിയും. ഞാൻ വന്നതേ ഈ വരുന്ന 25-ാം തീയതി നമ്മുടെ വനിതാ സമാജത്തിന്റെ മീറ്റിംഗ് ആണ്. എന്തായാലും ഹസ്ബൻഡിനെയും കൂട്ടി വന്നേ പറ്റും. വരാം. ചേച്ചി കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ അതോ ജ്യൂസോ? ജ്യൂസ് മതി. സ്റ്റെല്ല, ഒരു ജ്യൂസ് എടുക്കണേ. ആരായി സ്റ്റെല്ല? പുതുതായിട്ടാണ് സർവന്റ്. അപ്പൊ പിന്നെ ജോലിയൊക്കെ വളരെ എളുപ്പമായി കാണുമല്ലോ അല്ലേ? അതെ. ഇതാണ് നിന്റെ ജോലിക്കാരി പുതിയ. എടി നിനക്ക് എന്താ പട്ടാണോ? എന്താ ചേച്ചി? ഇത്ര ചെറുപ്പക്കാരി ആരെങ്കിലും വീട്ടിൽ ജോലിക്ക് നിർത്തും, അതും ഒരു പയ്യനുള്ള വീട്ടില്. ചേച്ചി അച്ഛനെ പോലെ തുടങ്ങിയോ? അവളൊരു പാവാണേ. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്കുന്ന അവളാ. എടി അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് ബുദ്ധിയില്ലെന്ന്. നീ ഒരു വെറും പാവ. എന്ത് പറഞ്ഞാലും നീ അങ്ങ് വിശ്വസിക്കും. അവളെ ആ പെരുങ്കള്ളിയാ. അവളെ കണ്ടാലറിയാം. അവളെ അവനെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവനെയും കൊണ്ടങ്ങ് പോകും. നീ കേട്ടിട്ടില്ലേ വേലക്കാരിയായി ഇരുന്നാലും നീ മോഹവല്ലി. ഇപ്പോഴേ നിന്റെ ഭർത്താവിന്റെ മോഹവല്ലിയായി തീർന്നിരിക്കുക. എടി അവള് കിടക്കുന്ന എവിടെയാ? ഈ വീട്ടിൽ തന്നെയല്ലേ? കൊള്ളാം. അവസാനം അവ കോക്കാനം വരുമ്പോഴേ നീയൊക്കെ മനസ്സിലാവും. ഈ ഭർത്താക്കന്മാരെയൊക്കെ വരച്ച വരയിൽ നിർത്തണ്ടേ? ഇല്ലെങ്കിലേ ഇതുപോലുള്ള കണ്ടോളുമാർ കൊത്തിക്കൊണ്ട് പോകും.